ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സ്നേഹദൂത് സന്ദേശഗാനങ്ങൾ. സ്നേഹദൂതിലേക്ക് വാട്സപ്പ് സന്ദേശമായും കത്തുകളിലൂടെയും ഒക്കെ ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓരോന്നായി നോക്കാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹദൂതിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ പി മഞ്ജു. ആദ്യ സന്ദേശം വായിക്കാം. അയച്ചിരിക്കുന്നത് ശങ്കരനാരായണൻ, മലപ്പുറം. ഉത്സവാഘോഷവും അതിനോടനുബന്ധിച്ചുള്ള പാട്ടും കളികളും നൃത്തവും ഒക്കെ ആകാം. പക്ഷേ ഒന്നും പരിധി വിടാൻ പാടില്ലല്ലോ. ആഘോഷം അതിരുവിട്ട അർമാദമാകുമ്പോൾ അത് ധൂർത്തും അപകടകരവും തെറ്റായ സന്ദേശം പകർത്തുന്നതുമായി മാറുന്നു. മാവേലിയുമായി ബന്ധപ്പെട്ട കഥ ഒരു ഐതിഹ്യമാണ്. ഇത് ശരിയായാലും തെറ്റായാലും ഈ വിശ്വാസത്തിൽ ഗുണപരമായ ഒരു സന്ദേശമുണ്ട്. മനുഷ്യരെല്ലാവരും ഒരുമയോടെ, തുല്യതയോടെ, സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ജീവിത സങ്കല്പം. നമ്മുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമൊക്കെ നല്ലൊരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം സത്യം തന്നെ. എങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കുറെ പേരുണ്ട്. അവരുടെ ജീവിതാവസ്ഥ ഉൾക്കൊള്ളാതെ വേഷം കെട്ടിച്ച മാവേലി ആകാശത്തിലൂടെ പറന്നു വരാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് ആഘോഷമല്ല, അതിരുവിട്ട അർമാദമാണ്, ധൂർത്താണ്. മാവേലിയുടെ ഭരണസങ്കല്പത്തെ ആക്ഷേപിക്കുന്ന പരിപാടിയാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്തതും ധൂർത്തടിക്കുന്നതുമായ ഇത്തരം ആഘോഷങ്ങളെ ഒഴിവാക്കുക തന്നെ വേണം. ഏത് ആഘോഷവും സ്നേഹത്തിലും മാനവികതയിലും അധിഷ്ഠിതമായിരിക്കണം. അർമാദിച്ച് ക്ഷീണിക്കുന്നവർ ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം, വേറെയും ജീവിതങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്ന കാര്യം. ഈ സന്ദേശത്തോടൊപ്പം അദ്ദേഹം ആവശ്യപ്പെടുന്നു, തുലാഭാരം എന്ന ചിത്രത്തിൽ KG യേശുദാസും P സുശീലയും ചേർന്ന് പാടിയ ഓമന തിങ്കളിനോണം പിറക്കുമ്പോൾ എന്ന പാട്ട്. അപ്പോൾ നമുക്ക് ആ ഗാനം കേൾക്കാം.